വിജയ് ഇന്നലെ അയ്യപ്പ സംഗമം നടന്നു. 4000-ഓളം പേരൊക്കെ വരുമെന്നാണ്, പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അവകാശവാദമൊക്കെ അതായിരുന്നു. പക്ഷെ കണ്ടത് മുഴുവൻ ഏതാണ്ട് 600-ഓളം പേര് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആശ്വസിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. ബാക്കി ഒഴിഞ്ഞു കിടക്കുന്ന കസേര മാത്രമാണ് കാണാനുണ്ടായത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ട്രോളുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിയറ്റ്നാമിൽ നിന്നും ക്യൂബയിൽ നിന്നൊക്കെ ആളുകൾ വരാനുണ്ടായിരുന്നു. ചുവന്ന കസേര ഇല്ലാത്തത് കൊണ്ട് അവരൊക്കെ തിരിച്ചു പോയി. വെള്ള കസേരയാണ് കണ്ടത്, അതുകൊണ്ട് തിരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ട്രോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ട്രോളിന്റെ പെരുമഴ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവസാനം ഈ പറയുന്ന പോലെ വിജയ് യേശുദാസിന്റെ ഗാനമേള ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾക്ക് മുമ്പിൽ ഗാനം ആലപിക്കേണ്ടി വന്നത് എന്നാണ്. അപ്പോൾ ഇത് സത്യത്തിൽ ഇത് അയ്യപ്പ ഭക്തരെ തന്നെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത് നടത്തിയത്? അല്ല, ഇതൊരു ആസൂത്രണത്തിൽ വന്നൊരു പിഴവാണ് ആക്ച്വലി. ഇത് ശനിയാഴ്ച ദിവസമാണല്ലോ ഇവർ തിരഞ്ഞെടുത്തത്. അയ്യപ്പനായിട്ട് ബന്ധപ്പെട്ട് സവിശേഷമായിട്ടുള്ള ഒരു ദിവസമാണ് ശനിയാഴ്ച എന്ന് പറയുന്നത്. ശനിയാഴ്ച ഒരു പ്രശ്നമുണ്ട്, സ്കൂൾ അവധിയാണ്. അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കുറേ കുട്ടികളെ കൊണ്ട് നിരനിര കൊണ്ടിരുന്ന സർക്കാർ സ്കൂളിലെ കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റേ നവോത്ഥാന യാത്രയോ അങ്ങനെ എന്തോ നവകേരള യാത്ര. അതെ, നവകേരള യാത്രയിലേക്ക് കുട്ടികളെ വരിവരിയായി നിർത്തി കൊണ്ടുവന്നു. അപ്പോൾ ശനിയാഴ്ച ദിവസം സ്കൂൾ കുട്ടികളെ കിട്ടില്ല. പിന്നെ ഈ തൊഴിലുറപ്പിലുള്ളവരാ ഈ പറയുന്ന കുടുംബശ്രീയിലുള്ളവരെയൊന്നും കൊണ്ടുവന്നിരുത്താൻ പറ്റില്ലല്ലോ. കണ്ടാൽ മനസ്സിലാവും അവർ ആ യൂണിഫോമിലൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്കത് മനസ്സിലാവും, തൊഴിലുറപ്പിലുള്ളവരാണെങ്കിൽ കൂടുതലും സ്ത്രീകളായിരിക്കും. അപ്പം നമുക്ക് മനസ്സിലാവും. പിന്നെ ഇവർ ചെയ്ത ഒരു പരിപാടി എന്താന്ന് പറഞ്ഞാൽ ദേവസ്വം ജീവനക്കാരെ വരിവരിയായിട്ട് കൊണ്ടുവന്നു. ദേവസ്വം ജീവനക്കാരെ ഐ ഡി കാർഡ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇത് മാത്രമല്ല, ഈ മുഖ്യമന്ത്രിയുടെ പ്രസംഗം സാധാരണ നമ്മളത് വളരെ പാക്ഡ് ആയിട്ടുള്ള ഒരു ഹൗസാണ് എപ്പോഴും കാണുന്നത്. മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഒരു ആളുകൾ അറ്റ്ലീസ്റ്റ് കമ്മികളെങ്കിലും കാണും അതിനകത്ത്. ഇത് അതും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ ആശ്ചര്യമുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഈ പരിപാടിയുടെ ഒരു സംഭവം എന്ന് പറയുന്നത് മാറുന്ന സാഹചര്യത്തിലുള്ള ഉന്നതമായിട്ടുള്ള ചിന്ത എന്നുള്ളതാണ്. ശബരിമലയിൽ മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് ഉന്നതമായിട്ടുള്ളൊരു ചിന്ത അവിടെ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പം അതിൻ്റെ മാസ്റ്റർ പ്ലാൻ ചർച്ചയാണല്ലോ. ഈ ഉന്നതമായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മാത്രമല്ലല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള പ്രസംഗം, അത് കഴിഞ്ഞ് പിന്നെ എന്താണ് സെഷനുണ്ട്, 3 സെഷനുകളുണ്ട്, സെമിനാറുകൾ പോലെ. അത് കഴിഞ്ഞ് മാസ്റ്റർ പ്ലാൻ ചർച്ച, അതായത് തീർത്ഥാടന ടൂറിസം അവിടെ എങ്ങനെ കൊണ്ടുവരും, ആൾക്കൂട്ട നിയന്ത്രണം, ഇതിനെ പറ്റിയൊക്കെയുള്ള. ഇത് രസമെന്തെന്ന് പറഞ്ഞാൽ ഈ ആൾക്കൂട്ട നിയന്ത്രണത്തിനെ പറ്റിയുള്ള ചർച്ചയിൽ ആൾക്കൂട്ടമില്ല. അപ്പോൾ അതില് വിരോധാഭാസം. അതെ, ആൾക്കൂട്ടം കമ്മിയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ദ്വയാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് കമ്മികളായിരുന്നു എന്നും പറയാം, ആൾക്കൂട്ടം കമ്മിയായിരുന്നു എന്നും പറയാം. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഈ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ തന്നെ ആളില്ലാത്തൊരവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അപ്പോഴാണ് ഈ ട്രോളുകൾ വന്നത്. ഏതാണ് ഈ വെള്ള കസേര, ചുവന്ന കസേര ആയിരുന്നെങ്കിൽ ക്യൂബയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും വരുന്നത്. ഇവർ തന്നെ സംബന്ധിച്ചൊരു കാര്യമാണ്, ഈ സ്പോട്ട് രജിസ്ട്രേഷൻ ഇല്ലാത്ത പരിപാടിയാണ്, നേരത്തെ ബുക്കിംഗ് ചെയ്തതാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടെന്ന് ഇപ്പോൾ മാറ്റി പറയുന്നു. പിടിച്ചു നിൽക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ പറയണല്ലോ. അതാണ് അതിനുവേണ്ടി ബുക്ക് ചെയ്ത മാറ്റിയിട്ട കസേരയാണിത്. സ്പോട്ട് രജിസ്ട്രേഷന് വേണ്ടി മാറ്റിയിട്ട ഇവർ തന്നെ അന്ന് പറഞ്ഞ സ്പോട്ട് രജിസ്ട്രേഷൻ ഇല്ല, 4000 പേര് ബുക്ക് ചെയ്ത്. ഇതെന്ന് പറഞ്ഞാൽ വരുന്നവർക്ക് എല്ലാവർക്കും 1000 രൂപ വീതം കൊടുക്കും, പിന്നെ ഫ്രീ ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ ഇവർ വന്നിട്ട് ഫുഡും കഴിച്ചിട്ട് പോകും. അതാണ് ഇവർ ഊട്ടുപുരയിൽ കാണിച്ചപ്പോൾ ഇഷ്ടംപോലെ ആളുണ്ട്. ഊട്ടുപുരയിൽ ആളുണ്ടായിരിക്കും, അവർ ഫുഡും കഴിച്ചിട്ട് പോകും. ഇത് കേട്ടോണ്ടിരിക്കാൻ അവർക്ക് തലയിൽ കൂടെ വണ്ടിയൊന്നും ഓടുന്നില്ലല്ലോ. അപ്പോൾ അതാണ് ഇത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതൊന്നുമല്ല. ഇത് CPM-ന്റെ ലേലുവല്ലു അഴിച്ചുവിടും, ഇതാണ് പരിപാടി. ഇതാണ് ഇതിൽ ഈ പോസ്റ്ററിൽ ലേലുവല്ലു എന്ന് എഴുതിയ പ്രശ്നം തീരുമായിരുന്നു. അത്രയും സ്പേസ് ലാഭിക്കായിരുന്നു, പണവും ലാഭിക്കാമായിരുന്നു. ഈ പണത്തിന്റെ കാര്യം പറയുമ്പോഴാണ് ഈ മനോരമ, മാതൃഭൂമി പോലുള്ള മുഖ്യധാര പത്രങ്ങളിലൊന്നും തന്നെ ഇതിന്റെ പരസ്യം വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതായത് ഈ ഇവർ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സർക്കാരിനകത്ത്, ഹൈക്കോടതിയിൽ പറഞ്ഞ സർക്കാരിന് ഇതിനകത്ത് റോളില്ല, ദേവസ്വം നടത്തുന്ന പരിപാടിയാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പരസ്യം കൊടുക്കുന്നത് സർക്കാരാണ്. സർക്കാരിൻ്റെ PRD വകുപ്പാണ്, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് പരസ്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വീക്ഷണം, ദേശാഭിമാനി പോലുള്ള പത്രങ്ങളിലൊക്കെ വന്നിരുന്നു.
പക്ഷേ ഇതിനകത്ത് വന്നിരുന്നില്ല മുഖ്യധാര പത്രം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മനോരമ, മാതൃഭൂമി പോലുള്ള പത്രങ്ങൾക്ക് PRD വകുപ്പിന്റെ കോടിക്കണക്കിന് കുടിശ്ശിക ഉണ്ടെന്നാണ് പറയുന്നത്, കൊടുത്തു തീർക്കാൻ ഇനി. അതുകൊണ്ട് അവരിനി സർക്കാരിന്റെ പരസ്യം ഇനി അടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പറഞ്ഞതും കള്ളത്തിലും, ഹൈക്കോടതിയിൽ പറഞ്ഞതും കള്ളത്തിലും. സർക്കാരിന്റെ കൃത്യമായ റോൾ ഇതിന് ഈ പരിപാടിയിലുണ്ട് എന്നുള്ളതാണ്. ഈ സർക്കാർ പരസ്യം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഈ പരിപാടിയിൽ ഭക്തന്മാരെ അവഹേളിച്ച് നമ്മുടെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചു എന്നുള്ളതാണ്. അതായത് ഭക്തന്മാർ, ഇതിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തവർ മാത്രമാണ് യഥാർത്ഥ ഭക്തന്മാർ, അല്ലാത്തവരൊന്നും ഭക്തന്മാരല്ല. ഏത് ഈ പമ്പ നദിയുടെ തീരത്ത് നടന്ന ഈ ഇതിൽ അവിടെ വന്ന് പങ്കെടുത്തിട്ട് ശബരിമല ചവിട്ടാതെ തിരിച്ചു പോയ ഇവരാണ് യഥാർത്ഥ ഭക്തന്മാർ. അല്ലാതെ വർഷാവർഷം മല ചവിട്ടി അയ്യപ്പനെ കാണാൻ പോകുന്ന കഷ്ടപ്പാട് സഹിച്ച് അയ്യപ്പനെ കാണാൻ പോകുന്നവരല്ല, പോകുന്നവരല്ല ഭക്തര്. ഇവരാണ് യഥാർത്ഥ ഭക്തര്. എന്നിട്ട് ഭഗവത്ഗീതയൊക്കെ അതിനെ ഉദ്ധരിക്കുകയാണ്. ഭഗവത്ഗീത ഉദ്ധരിച്ചിട്ട് അദ്ദേഹം അന്നത്തേക്ക് വേണ്ടി ഏതെങ്കിലും ഇത് എഴുതി നമുക്കറിയാലോ, മനോജ് അതെ, അവരെ അല്ലെങ്കിൽ മനോജ് എന്ന് പറയുന്നവരുണ്ട്, ഒരു പ്രസ് സെക്രട്ടറി, അവരൊക്കെ എഴുതി കൊടുക്കുന്നതായിരിക്കും ഇത്. ഈ അതിൽ പറയുന്നത് ഭക്തന്റെ കേവല പറയുന്ന ഒരു കോട്ട് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഭക്തി കേവല പരിവേഷമായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അതൊരു അജണ്ടയാണ്, പ്രത്യേക അജണ്ടയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇവര്. അതൊക്കെ പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു. 2 തവണ മുഖ്യമന്ത്രി മലയ്ക്ക് പോയിട്ടുണ്ട്, ആദർശത്തിന്റെ പേരിൽ യുക്തിവാദിയായിട്ട് അഭിനയിക്കുകയാണെന്ന് കൂടി ഒരു കോട്സ് പറഞ്ഞു. അതും പറഞ്ഞിട്ടുണ്ടല്ലേ. ഏതായാലും അയ്യപ്പൻ നെഞ്ചിലാണ് ഇരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഹൃദയം തുറന്നു നോക്കിയാൽ അയ്യപ്പൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, ഹനുമാൻ തുറന്നു കാണിക്കുമ്പോൾ രാമനും സീത ഉണ്ടെന്ന് പറയുന്നില്ല, അതുപോലെ. അപ്പൊ എന്തായാലും ഭക്തി കേവല പരിവേഷമാണ്, ചിലർക്ക് ഭക്തി കേവല പരിവേഷമാണ്, പ്രത്യേക അജണ്ടയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മുഖ്യമന്ത്രി കുറ്റസമ്മതം നടത്തുകയാണെന്ന്. കാരണം ഞാനും എന്റെ പാർട്ടി അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറ്റസമ്മതം നടത്താൻ പോണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഇദ്ദേഹം മറ്റുള്ളവർക്ക് കുറ്റം ചാർത്തുകയാണ്. അത് മറ്റുള്ളവർ ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പം ഇത് മനസ്സിലായി, ഇത് സ്ഥിരം ഒരു ലൈനാണല്ലോ. എന്നിട്ട് പക്ഷേ ഇദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭക്തരെ പറ്റി ഇദ്ദേഹം ഉദ്ധരിച്ച ഒരു 8ഓളം ശ്ലോകങ്ങളുണ്ട്. 8ഓളം ശ്ലോകത്തിൽ 2 വരിയാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ തന്നെ ആ 8 ശ്ലോകങ്ങളിൽ തന്നെ യോനഹ്രസ്തിത ദേഷ്ടി എന്ന് തുടങ്ങുന്ന ഒരു വരിയുണ്ട്. അതായത് ശരിയായ ഭക്തിയിൽ കാപട്യം, ഇരട്ടത്താപ്പൊന്നും പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. സ്വയം പറയേണ്ട കാര്യം അത് ഈ എഴുതി കൊടുക്കുന്ന ആരാ പറഞ്ഞ, പ്രഭാവർമ്മയോ അങ്ങനെ മനോജ് ആയിരിക്കട്ടെ, ഇവരെ ഇതും കൂടെ എഴുതി കൊടുക്കുക. മനസ്സിലായത്? ഇങ്ങനെ ഒരു വരിയും കൂടെ അതിനകത്തുണ്ട്. അതിൽ കാരണം കാപട്യത്തിൽ നിന്ന്, ഇരട്ടത്താപ്പിൽ നിന്ന് മുക്തമായിട്ടുള്ളതാണ് യഥാർത്ഥ ഭക്തി എന്നുള്ള കാര്യം. പിന്നെ ഈ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ആത്മീയത കഴിഞ്ഞു. ഹരിവരാസനം എഴുതിയ ഹരിവരാസനം ചിട്ടപ്പെടുത്തിയ ദേവരാജൻ നിരീശ്വരവാദിയായിരുന്നു എന്നൊക്കെയുള്ളത്. അതുകൊണ്ട് അത് ഹരിവരാസനം എന്ന് പറയുന്നതിന് ഒരു സിനിമാ ഗാനമായിട്ടാണ് ഇദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ശരിക്കും രചിച്ചിരിക്കുന്ന കുളത്തൂർ അയ്യർ എന്നുള്ള ആ രീതിയിലൊക്കെ ഉള്ള ഒരു വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ട്. ഇത് ചിട്ടപ്പെടുത്തിയ ദേവരാജന് മുമ്പേ സ്വാമി വിമോചനാനന്ദയാണ്. അത് ഹരിവരാസം അദ്ദേഹമാണ് ആദ്യമായിട്ട് ശബരിമലയിൽ അത് പാടുന്നത്. അതും കഴിഞ്ഞ് 20-25 വർഷം കഴിഞ്ഞിട്ടാണ് ദേവരാജൻ അത് സിനിമയിൽ ചിട്ടപ്പെടുത്തുന്നത്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇദ്ദേഹം ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ വാചാലനായിട്ട് സംസാരിക്കുന്നത്. പിന്നെ കണ്ഠര് മോഹനൻ നമ്പൂതിരിയെ പറ്റി അറിയാമല്ലോ പറഞ്ഞിട്ടുള്ളത്. അന്ന് എന്താണ് പറഞ്ഞത്? അതായത് ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, പക്ഷെ പൂജ ചെയ്യുന്ന ആൾ നൈഷ്ഠിക ബ്രഹ്മചാരിയാണോ എന്ന് ചോദിച്ചാൽ, നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് മാത്രമേ അയ്യപ്പനെ, നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പനെ പൂജിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞത്. എവിടുന്ന് കിട്ടിയ വിവരം നമ്മൾ അന്നും ചോദിച്ചിരുന്നു. ആരാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്, ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഒരു ദേവനെ പൂജിക്കാൻ, ദേവനായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കും പൂജിക്കാൻ പറ്റില്ലല്ലോ. സാധാരണ മനുഷ്യരല്ലേ പൂജിക്കേണ്ടത്. ദേവനെ പൂജിക്കണമെങ്കിലേ ദേവനായിട്ട് മാറണമെന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്. അപ്പം ഇത് ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ഈ ഡൗട്ടുകളൊക്കെ മാറിയിട്ടുണ്ട്. കണ്ഠര് മോഹനൻ നമ്പൂതിരി വളരെ പ്രിയപ്പെട്ടവനാണ്. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അറിയാലോ, കണ്ഠര് മോഹനൻ നമ്പൂതിരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ വേദിയിലേക്ക് വിളിച്ചു, അദ്ദേഹമായിരുന്നു വിളക്ക് തെളിയിച്ചത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ യു പിയിൽ നിന്ന് യോഗി ആദിത്യനാഥിന്റെ അദൃശ്യമായ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ BJP-ക്കാർ പറഞ്ഞു, ഈ അദൃശ്യ സാന്നിധ്യം നിങ്ങൾക്കുള്ള തിരിച്ചടിയാണെന്ന് പറഞ്ഞു. ആദിത്യനാഥിന്റെ കത്തൊക്കെ വായിച്ചു. ഇങ്ങനെ അത് ഒരു കത്ത് നമ്മൾ ഇൻവിറ്റേഷൻ അയക്കുമ്പോൾ അത് പൊതുവായിട്ടൊരു മര്യാദയാണ്. തിരിച്ചൊരു ആശംസയൊക്കെ അറിയിച്ച് അയച്ച മറ്റ് ഏതോ സംസ്ഥാനത്തിന് അയച്ചാൽ തിരിച്ച് അവരുടെ PM എന്നുള്ള CM ഓഫീസിൽ നിന്ന് തിരിച്ചൊരു കത്ത് അയക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അത് ഒരു പൊതു മര്യാദയുടെ ഭാഗമാണ്. അല്ലാണ്ട് ആദിത്യനാഥ് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ആശംസ അറിയിക്കുക എന്ന് പറയുന്നത് നമുക്കൊന്നും അല്ല. അത് മാത്രമല്ല, എന്നോട് വേറൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ IT മന്ത്രി പളനിവേലി ഇടയ്ക്ക് പിണങ്ങി പോകാനൊക്കെ പോയി. തനിക്ക് അവസരം നിഷേധിച്ചു. ഇങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നത്. അതൊരു എന്താ പറയാ, ഒരു
എന്തോ പറയുന്നത് നമ്മൾ അവലക്ഷണം കെട്ട പരിപാടി എന്ന് പറയില്ല, പ്രവൃത്തി അതായിരുന്നല്ലോ അയ്യപ്പന്റെ വക അയ്യപ്പന്റെ വക കിട്ടി. എന്തായാലും പിന്നെ ഈ യോഗി ആദിത്യനാഥിന്റെ പറയുന്ന ഇവരുടെ തന്നെ പ്രതിനിധികൾ പറയുന്നത് വർഗീയവാദിയാണ് ഇതുപോലെ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിനെ പറ്റി ഇവർ പറഞ്ഞത്. അതൊന്ന് ആലോചിച്ച് നോക്കുക. വർഗീയവാദി കൊണ്ടുവരെ നമ്മൾ മതേതരത്വം പറയിപ്പിച്ചു എന്നുള്ളത്. ഈ ശബരിമലയുടെ അഫിഡാവിറ്റില് ശബരിമലയുടെ എന്താ പറയുന്ന അവിടെ സ്ത്രീകളെ യുവതികളെ പ്രവേശിപ്പിക്കണോ വേണ്ടോ എന്നുള്ളത് ക്രിസ്ത്യൻ പള്ളികളോട് സഭകളോടും വഖഫ് ബോർഡിനും കൂടെ ചർച്ച ചെയ്യണം. അവരോടും കൂടെ ചർച്ച ചെയ്തിട്ട് വേണം അത് നടപ്പിലാക്കാൻ. കാരണം ശബരിമല മതേതര സ്ഥാപനമാണെന്ന് പറഞ്ഞ് അഫിഡാവിറ്റിൽ എഴുതി കൊടുത്ത സർക്കാരാണ് അവന്മാർ. അപ്പോൾ ഇവർ പറയാണ് യോഗി ആദിത്യനാഥിനെ വിളിച്ചിട്ട്, യോഗി ആദിത്യനാഥ് വന്ന കാര്യമായി, അപ്പോൾ ഈ കത്ത് വായിച്ച് കേൾപ്പിച്ചിട്ട് പറയാണ് വർഗീയവാദികൾക്ക് ഇതെന്തോ സംഭവം. ഈ ശബരിമല അയ്യപ്പ ഭക്ത BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന അയ്യപ്പ ഭക്തരെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ BJPക്ക് വോട്ട് ചെയ്യണ്ടല്ലോ, നമ്മളൊക്കെ ഒരു ടീമായല്ലോ എന്ന്. അതാണ് ഇവിടെ വേണ്ടത്, അതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. വേറൊരു കാര്യം കൂടെ ഉണ്ട് വിജയ്. ഈ പറയുന്ന യോഗി കത്തയച്ചത് വായിച്ചല്ലോ, മറ്റു സംസ്ഥാനങ്ങൾക്കും സ്വാഭാവികമായിട്ട് ഇവിടെ നിന്ന് ഇൻവിറ്റേഷൻ പോയിട്ടുണ്ടാവും. ഈ ഇൻവിറ്റേഷൻ പോയത് അവിടെ നിന്ന് തിരിച്ച് മറുപടി കൊടുക്കാതിരുന്നിട്ടുള്ള ചിലപ്പോൾ സംസ്ഥാനങ്ങളുണ്ടാവും. അല്ലെങ്കിൽ കൊടുത്ത മറുപടി അത് പൂഴ്ത്തി വെച്ചുകൊണ്ട് യോഗിയുടേതായതുകൊണ്ട് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ യോഗി കാണിച്ച ആ മര്യാദ മറ്റ് സംസ്ഥാനങ്ങൾ നമ്മുടെ കേരളത്തോട് കാണിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതെ, ഇദ്ദേഹം കൃത്യമായിട്ടൊരു രാഷ്ട്രീയ, അതായത് സത്യസന്ധനായ രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ നമുക്ക് തെറ്റുപറ്റി. അതായത് കണ്ഠരർ മോഹന നമ്പൂതിരി ഇപ്പോൾ ചേർന്ന് പ്രവർത്തിക്കുന്നില്ല, അതുപോലെ നമുക്കന്ന് തെറ്റിപ്പറ്റി. എനിക്ക് അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളെ പറ്റി എനിക്കറിയില്ലായിരുന്നു അന്ന്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ഇപ്പോൾ അന്ന് പറഞ്ഞതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ അത് മാന്യതയുണ്ട്. മാന്യത മാത്രമല്ല, എത്ര ജനസ്വീകാര്യത കിട്ടും. അത് പറയുന്നതിന് പകരം ഇത്തരത്തിലുള്ള ബോഷ്കുകൾ കാണിക്കുന്നത്, വീണ്ടും അദ്ദേഹം മറ്റേ പാഠം പഠിക്കാതെ തെറ്റിന്റെ വഴിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അന്ന് അയ്യപ്പൻ നിന്ന് കാണിച്ച അതേ സർക്കാരിനെ പമ്പയിൽ കൊണ്ടുവരുത്തിച്ച് അവിടെ കൊണ്ട് ലേലുവല്ലു പറയിപ്പിച്ചത് അയ്യപ്പസ്വാമി തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.